കഥാപാത്രങ്ങൾ: മിറി അമ്മ, അച്ഛൻ, മുത്തശ്ശി, മുത്തച്ഛൻ, കൂട്ടുകാർ, അധ്യാപകർ. രംഗം 1. മിറിയുടെ വീട്. മിറി അന്ധയായ പെൺകുട്ടിയാണ്. മുത്തശ്ശി: മോളെ, നീ മിറിക്ക് ആഹാരം കൊടുത്തോ? അമ്മ: കൊടുത്തിട്ടുണ്ട് അമ്മേ. അവൾക്ക് അവളുടെ അച്ഛൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ: മോളെ, ഇനി നമുക്ക് നാളെ പറയാം. ഇപ്പോൾ മോൾ ഉറങ്ങിക്കോ. മിറി: ശരി അച്ഛാ. രംഗം 2. രാവിലെ മിറിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. മുത്തച്ഛൻ: മോനെ, നീ വരുമ്പോൾ എനിക്കും അമ്മയ്ക്കുമുള്ള മരുന്ന് വാങ്ങണേ. അച്ഛൻ: ശരി അച്ഛാ. രംഗം 3. അമ്മയും അച്ഛനും ജോലി ചെയ്യുന്നിടത്ത് ഭൂകമ്പം ഉണ്ടാവുകയും അവർ മരിക്കുകയും ചെയ്യുന്നു. മിറി പൊട്ടിക്കരയുന്നു. മുത്തശ്ശി കരഞ്ഞുകൊണ്ട്: മോളെ, കരയല്ലേ. മിറി: എനിക്കെൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത്? മുത്തച്ഛൻ: മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേ. 3 പേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. രംഗം 4. ഒരു അധ്യയന വർഷം. കൂട്ടുകാർ മിറിയെ സ്കൂളിലേക്ക് വിളിക്കാൻ വരുന്നു. കൂട്ടുകാർ: മിറി, മിറി, നീ എവിടെ? മിറി അകത്തുനിന്ന് വരുന്നു. മിറി: എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷം? കൂട്ടുകാരി: നീ വരുന്നില്ലേ സ്കൂളിലേക്ക്? മിറി സങ്കടത്തോടെ: ഇല്ല, ഞാൻ സ്കൂളിൽ വന്നാൽ എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിക്കും ഒരു സഹായത്തിന് ഇവിടെ വേറെ ആരും ഇല്ല. കൂട്ടുകാർ: അപ്പോൾ നിനക്ക് പഠിക്കണ്ടേ? പഠിച്ച് വലിയ ആളാവണ്ടേ? മിറി: വേണം, പക്ഷേ എനിക്ക് ഇനി ആകെയുള്ളത് എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയും മാത്രമാണ്. അവർക്കാണ് ഞാൻ ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരെ നന്നായി നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് ഇപ്പോൾ. രംഗം 5. ഒരു ദിവസം തെരുവോരത്ത് നിന്ന് ഷൂ വൃത്തിയാക്കുന്ന മിറിയെ കൂട്ടുകാർ കാണുന്നു. കൂട്ടുകാരി 1: ദേ അങ്ങോട്ട് നോക്ക്, മിറിയല്ലേ അത്? അവൾ അവിടെ എന്താ ചെയ്യുന്നേ? കൂട്ടുകാരി 2: നമുക്കങ്ങോട്ട് പോയി നോക്കാം. കൂട്ടുകാരി: മിറി, നീ എന്തിനാ ഈ ജോലി ചെയ്യുന്നേ? മിറി: തണുപ്പ് കാലം വരുവാനായില്ലേ. എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിക്കും ചൂട് കുപ്പായം വാങ്ങാൻ വേണ്ടി ഒരുപാട് കാശ് വേണം. ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു വഴിയേ കണ്ടുള്ളൂ. കൂട്ടുകാർ വിഷമത്തോടെ തിരിച്ചു പോകുന്നു. രംഗം 6. സ്കൂളിൽ കൂട്ടുകാർ കൂട്ടം കൂടി മിറിയെ കുറിച്ച് സംസാരിക്കുന്നു. കൂട്ടുകാരി 1: പാവം മിറി, അച്ഛനും അമ്മയും മരിച്ചതോടെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കൂട്ടുകാരി 2: നമുക്കവളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. കൂട്ടുകാരി 3: പക്ഷേ എങ്ങനെ? നമ്മളെ കൊണ്ട് എങ്ങനെ അവളെ സഹായിക്കാൻ പറ്റുക? കൂട്ടുകാരി 1: നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്ന പണം ഉണ്ടാവുമല്ലോ, അത് എല്ലാം കൂടി അവളുടെ മുത്തച്ഛനും മുത്തച്ഛിക്കും ചൂടുകുപ്പായം വാങ്ങിയാലോ? കൂട്ടുകാർ: അത് നല്ല കാര്യമാണ്, നമുക്കങ്ങനെ ചെയ്യാം. രംഗം 7. കൂട്ടുകാർ മിറിയുടെ അടുത്തേക്ക് പോകുന്നു. കൂട്ടുകാർ: മിറി, നിനക്ക് ഒരു സമ്മാനമുണ്ട്. അവൾ വസ്ത്രം കയ്യിൽ കൊടുക്കുന്നു. മിറി: എന്താണിത്? കൂട്ടുകാരി: നിന്റെ മുത്തച്ഛനും മുത്തച്ഛിക്കുമുള്ള ചൂടുകുപ്പായം. മിറി കണ്ണു നിറഞ്ഞുകൊണ്ട്: ഇത് എങ്ങനെ? നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. കൂട്ടുകാരി: ഞങ്ങളുടെ കൂട്ടുകാരിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളല്ലേ സഹായിക്കേണ്ടത്. മിറി അവരെ കെട്ടിപ്പിടിക്കുന്നു. രംഗം 8. സ്കൂളിൽ കൂട്ടുകാർ അധ്യാപകരോട് മിറിയെക്കുറിച്ച് സംസാരിക്കുന്നു. കൂട്ടുകാർ: ടീച്ചർ, മിറിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കണം. ടീച്ചർ: അവൾക്കെന്താ സ്കൂളിൽ വന്നാൽ? കൂട്ടുകാർ: അവളാണ് അവളുടെ മുത്തച്ഛനെയും മുത്തച്ഛിയെയും നോക്കുന്നത്. കൂട്ടുകാരി 2: അവളെ നോക്കാൻ വേണ്ടി പാവം മിറി ഷൂ പോളിഷ് ജോലി ചെയ്യുകയാണ്. കൂട്ടുകാരി 3: അവൾക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, സാഹചര്യം അനുവദിക്കാത്തതാണ്. ടീച്ചർ: അങ്ങനെ ആണല്ലേ, എങ്കിൽ നമുക്കവളെ പരീക്ഷ എഴുതിപ്പിക്കാം. പക്ഷേ അവൾ എങ്ങനെ പഠിക്കും? കൂട്ടുകാരി 2: ഞങ്ങൾ എല്ലാ ദിവസവും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ടീച്ചർ: നല്ല കുട്ടികൾ, കൂട്ടുകാർ എന്നും ഇങ്ങനെ വേണം. കൂട്ടുകാർ: ഇനി നീ പറയുന്നത് ശരിയാണ് മിറി. മിറി: നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യുമല്ലോ എന്നും പഠിപ്പിക്കുന്നത്. രംഗം 9. സ്കൂളിൽ നിന്ന് അധ്യാപകർ മിറിയെ കാണാൻ വരുന്നു. ടീച്ചർ: മിറി, ഞാൻ നിന്റെ ടീച്ചറാണ്. മിറി: എന്താ ടീച്ചർ ഇവിടെ? ടീച്ചർ: നിന്നെ കാണാൻ വന്നതാ. നിന്റെ കൂട്ടുകാർ പറഞ്ഞാണ് നിന്റെ
അവസ്ഥ ഞങ്ങൾ അറിഞ്ഞത്. ഇനി മോൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഞങ്ങളെല്ലാവരെയും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ടീച്ചർ 2. മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയണം. കുറച്ച് പണം അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ടീച്ചർ 3. ഇത് മോൾക്ക് വേണ്ടിയാണ്. ഇനി മോൾ ഈ ജോലി ചെയ്യേണ്ട. നാളെ മുതൽ സ്കൂളിലേക്ക് വരണം കേട്ടോ. മിറി സന്തോഷത്തോടെ. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ടീച്ചർ: നന്ദിയൊന്നും വേണ്ട. മോൾ എന്നും സന്തോഷത്തോടെ ഇരുന്നാൽ മതി.